ദിവസമായി നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി 25-ാം അധ്യായം വളരെ പ്രാധാന്യതയുള്ള ഒരു അധ്യായമാണെന്ന് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും വായിക്കുകയും പഠിക്കുകയും സംസാരിക്കുകയും പ്രസംഗിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വചനമാണ്. ഞാൻ തന്നെ അനവധി തവണ പ്രസംഗിച്ചിട്ടുള്ള വചനമാണ് ഇത്. ഹല്ലേലൂയ. ഈ ഉപമയിൽ കാണുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട പോകുന്നത്, ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും, എണ്ണ കയ്യിലുള്ളവരും എണ്ണ കയ്യിലില്ലാത്തവരും, വിളക്ക് തെളിയിച്ചവരും വിളക്ക് തെളിയിക്കാതെ പോയവരും, കുഞ്ഞാടിന്റെ അല്ലെങ്കിൽ മണവാളിന്റെ കല്യാണത്തിൽ എടുക്കപ്പെട്ടവരും എടുക്കപ്പെടാതെ പോകാത്തവരും, അങ്ങനെ വിവിധ നിലകളിലാണ് ഈ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുന്നത്. ഇന്നും നമ്മളോട് ചിന്തിക്കുന്ന ദൈവവചനം, ഹല്ലേലൂയ, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറഞ്ഞു തരുവിൻ. വിളക്ക് കെട്ടുപോയവർ, അപ്പം ബുദ്ധിയുള്ളവർ എന്തു ചെയ്തു? വിളക്കിൽ എണ്ണ എടുത്തു. ബുദ്ധിയില്ലാത്തവർ എണ്ണ എടുത്തില്ല. ബുദ്ധിയില്ലാത്തവരുടെ വിളക്ക് കെട്ടുപോയി. ആ കാലഘട്ടത്തിലാണ് ഓർത്തണം. ഹല്ലേലൂയ. യേശുക്രിസ്തു ശുശ്രൂഷിക്കുന്ന, യേശു ഭൂമിയിലായിരിക്കുന്ന സമയങ്ങളിലാണ് ഈ ഉപമയെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ഇന്നും പലരുടെ വിളക്ക് കെട്ടുകിടക്കുക. ഇന്നും സഭയിൽ അനവധി ആളുകളുണ്ട്, കണ്ടാൽ യാതൊരു കുഴപ്പവുമില്ല. പ്രൈസറോ, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ലോക അറിവ് പരിജ്ഞാനമൊക്കെ ഉണ്ട്, നല്ല കഴിവും പ്രാപ്തിയുണ്ട്. അവർ പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്, പലതും നിർമ്മിച്ചിട്ടുണ്ട്, പലതിലും അവർക്ക് പേരുണ്ട്, പ്രശസ്തിയുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, ഉന്നതാധികാര സ്ഥാനങ്ങളൊക്കെ ഇരിക്കുന്നവരാ. ഹല്ലേലൂയ. എല്ലാ നിലയിലും അവർക്ക് ഒരുപാട് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. എല്ലാം ഉണ്ട്, കണ്ടാൽ നല്ല സൂപ്പർ വിശ്വാസിയാണ്. പക്ഷേ വിളക്ക് കെട്ടുപോയവരാ. പലരും വിളക്ക് കെട്ടുപോയവരാ. എന്തുകൊണ്ടാണ് വിളക്ക് കെട്ടുപോയത് എന്ന് തിരുവെഴുത്തമ്മയെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാം കൊണ്ട് നോക്കി ഒരു കുഴപ്പമില്ല. പക്ഷേ ആത്മീയമായി നാം ചിന്തിക്കുമ്പോൾ പലരുടെയും വിളക്ക് കെട്ടുപോയി. കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധിയില്ലാത്ത പ്രവൃത്തി ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ബുദ്ധിഹീനമായ പ്രവൃത്തിയിലേക്ക് പോയപ്പോൾ പലരുടെയും വിളക്ക് കെട്ടുപോയി. സംഗീതനക്കാരൊരു വാക്യം ഞാൻ എടുത്തതിനോട് പറയാം. 49-ാം സംഗീതം 20-ാം വാക്യം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യന്ന. ഹല്ലേലൂയ. ഈ മനുഷ്യൻ മാനത്തോടെ കൂടി ഇരുന്നവരാ. പക്ഷെ അവന്റെ വിവേകം നഷ്ടപ്പെട്ടു, അവന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്ത് ചെയ്തു? നശിച്ചു പോകുന്ന മൃഗത്തിന്റെ സ്വഭാവമായി മാറി. ഹല്ലേലൂയ. അതല്ലേ അന്നും ഇന്നും ഒക്കെ ഭൂമി സംഭവിക്കുന്നത്. ഇന്നത്തെ ജനത്തിന്റെ ജീവിതത്തിന്റെ പരാജയമാണ്. ഹല്ലേലൂയ. നല്ല അറിവും കഴിവുമൊക്കെ ഉണ്ടായിരുന്നത്, പക്ഷേ മാനത്തോടെ ഇരുന്നതാ. ബുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? പിന്നെ അവൻ ചെയ്തു കൂട്ടിയതെല്ലാം ദോഷപ്രവർത്തികളായി മാറി. ഈ വചനം ആദ്യം കേൾക്കുമ്പോൾ തന്നെ, പ്രാരംഭത്തിൽ കേട്ടു തുടങ്ങുമ്പോൾ തന്നെ, എന്നെ കേൾക്കുന്ന മാതൃഭേ പിതാവി സഹോദര, നിങ്ങളുടെ വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ ഈ ഉപമയിൽ ഒരുങ്ങി ഇരുന്നവരുടെ ഭാഗ്യാവസ്ഥയും അല്ലാത്തവരുടെ നിർഭാഗ്യാവസ്ഥയും പ്രധാനമായി കർത്താവിടെ വെളിപ്പെടുത്തി അവതരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ യഹൂദന്മാരുടെ വിവാഹം രാത്രിയിലാണ് നടക്കുന്നത്. മണവാളൻ മണവാട്ടിയുടെ വീട്ടിൽ ചെന്ന് അവിടെ വെച്ച് വിവാഹം നടക്കുകയും അതിനെ തുടർന്ന് ഹല്ലേലൂയ വരന്റെ ഗൃഹത്തിലേക്ക് പരിവാര സമേതം തിരിച്ചു വരികയും ചെയ്യുന്നു. അപ്പോൾ അവരെ ആദരസൂചകമായി കന്യകമാർ വിളക്കുമായി എതിരേൽക്കാറുണ്ട്. ഇന്നത്തെ താലപ്പൊലിയോട് കൂടിയുള്ള എതിരേൽപ്പ് പോലെ. ഹല്ലേലൂയ. 10 കന്യകമാർ ക്രൈസ്തവ ലോകത്തെ മൊത്തമായി സദൃശീകരിക്കുന്നവരാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസികളും നാമധേയ ക്രിസ്ത്യാനികളും എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്ത്യാനികളും വീണ്ടെടുക്കപ്പെടാത്തവരും.
ഒന്നുകൂടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ചവർ ദൈവത്തിന്റെ മക്കളായി മാറിയതും ഇന്നും പാരമ്പര്യത്തിൽ നിൽക്കുന്നവരുമായിരിക്കുന്ന രണ്ടു കൂട്ടം ക്രൈസ്തവ വിഭാഗത്തെ ഇവിടെ രേഖപ്പെടുത്തുക തരംതിരിച്ചു പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഈ കർത്താവ് 10 കന്യകമാരെ കുറിച്ചൊരു ഉപമ പറഞ്ഞു. അവരിൽ ഹല്ലേലൂയ സ്തോത്രം 5 കന്യകമാർ ഒരു വശത്ത് നിൽക്കുന്നു, മറ്റ് 5 കന്യകമാർ മറുവശത്ത് നിൽക്കുന്നു. ഇരുവശത്തുള്ളവരും മണവാളനെ സ്വീകരിക്കുവാനായി വന്നവരാ. 2 കൂട്ടരുടെ കയ്യിലും വിളക്കുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു വശത്ത് നിന്നവരുടെ കയ്യിലുള്ള പാത്രത്തിൽ അവർ എണ്ണ എടുത്തില്ല. ഹല്ലേലൂയ. മറുവശത്തുള്ളവരുടെ കയ്യിൽ എന്തുണ്ട്? പാത്രത്തിൽ എണ്ണ നിറയുണ്ടായിരുന്നു. മറുവശത്തുള്ളവരുടെ കയ്യിലുള്ള പാത്രത്തിൽ ഹല്ലേലൂയ ഉള്ള എണ്ണ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ തരില്ല എന്ന് പറയുക. ആകയാൽ ബുദ്ധിയില്ലാത്തവർ എന്നവരെ വിളിക്കുക. എണ്ണ എടുക്കാതെ പോകുന്നവർ ബുദ്ധിയില്ലാത്തവർ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളുടെ ആത്മജീവിത നിലവാരങ്ങളെ നിങ്ങൾ വിലയിരുത്തി നോക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല. മനുഷ്യൻ മരിച്ചാലും അവനൊരു ജീവിതമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. ഹല്ലേലൂയ. ആ മരണാനന്തര ജീവിതം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് നിത്യമായി സ്വർഗത്തിലും പാതാളത്തിലുമായിട്ടാണ്. ഹല്ലേലൂയ. വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവ പൈതൽ, ഒരു ദൈവഭക്തൻ. ഹല്ലേലൂയ. അതാണാകട്ടെ, സ്ത്രീ ആകട്ടെ, കൊച്ചു കുട്ടികളാകട്ടെ, ആരുമാകട്ടെ, വീണ്ടെടുക്കപ്പെട്ടവർ, അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് നിത്യമായ സ്വർഗമാണ്. എന്നാൽ കാലങ്ങളായി ദൈവത്തിന്റെ വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാതെ എല്ലാ കഴിവും പ്രാപ്തിയുണ്ടെന്നൊക്കെ പറഞ്ഞ് നടന്ന് വിളക്കിൽ എണ്ണയില്ലാതെ ബുദ്ധിയില്ലാത്ത കനികപ്പാരെ പോലെ പലരും ഉണ്ട്. അവരുടെ മരണാനന്തരം അവർക്ക് കിട്ടുന്നത് നിത്യമായ നരകമാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ നരകത്തിൽ ആരാണുള്ളത്? യാതൊരു സ്ഥലത്ത് പാതാളത്തിൽ ആരാണുള്ളത്? പാതാളത്തിലുള്ളത് ധനവാനാണ്. പ്രൈസ് ദി ലോർഡ്. പാതാളത്തിൽ ആരുണ്ട്? ധനവാൻ. ഹല്ലേലൂയ. അത് നമ്മൾ ലൂക്കോസ് സുവിശേഷം വായിച്ച് നമുക്ക് കാണാൻ കഴിയും. പാതാളത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ ധനവാനുണ്ട്. ധനവാനെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ ധനവാൻ പറയും വളരെ യാതനയാണ്. ഹല്ലേലൂയ. വളരെ സങ്കടമാണെന്ന് പറയും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ പാതാളത്തിലേക്ക് പോകുന്ന പണി ഇന്ന് ചെയ്യരുത്. ഹല്ലേലൂയ. ഇന്നലെ ഇന്നും ഒക്കെ എന്ന് പറഞ്ഞാൽ പാതാളത്തിൽ നിന്ന് വന്നവനെ സ്വീകരിക്കുവാൻ വേണ്ടി നാടും നഗരവും കുടുംബവും ജനം ഒരുങ്ങിയിരിക്കുമ്പോൾ പാതാളത്തിൽ നിന്ന് വന്നവനെ സ്വീകരിച്ച് കുടുംബത്തിനകത്ത് കലാപമുണ്ടാക്കി മനുഷ്യൻ സ്വയം ആത്മഹത്യ ചെയ്ത് നീയും കൂടെ പാതാളത്തിലേക്ക് പോകാതെ, ഹല്ലേലൂയ, നിന്റെ വിളക്കിൽ എണ്ണ എടുത്ത് വിളക്ക് തെളിയിച്ച് ആമേൻ സ്വർഗത്തിൽ നിന്നും മധ്യാകാശത്തിലേക്ക് ഇറങ്ങി തന്റെ സഭയെ ചേർക്കാൻ വരുന്ന യേശുക്രിസ്തുവിനെ എതിരേൽക്കാനുള്ള ഒരുക്കത്തോടെ ബുദ്ധിയുള്ള കനികന്മാരെ പോലെ നീ ഒരുങ്ങിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ബുദ്ധിയുള്ളവരും ബുദ്ധി ഇല്ലാത്തവരും എന്ന് പറഞ്ഞ പോലെ വിളക്കുള്ളവരും ഹല്ലേലൂയ, എണ്ണയുള്ളവരും, വിളക്കുള്ളവരും എണ്ണയില്ലാത്തവരും. അതെ, ഇന്ന് ലോകം മുഴുവൻ ഹല്ലേലൂയ, മലയാളി എവിടെ ഉണ്ടോ മലയാളികളെല്ലാം വളരെ ആചാരത്തിന്റെ അനുഭവത്തിലാണ്. ആചാരങ്ങൾ കൊണ്ടൊന്നും നിത്യമായി സ്വർഗത്തിൽ എത്തുവാൻ കഴിയില്ല. മനുഷ്യന്റെ ആചാരങ്ങൾ കൊണ്ടോ ആചാര രീതികൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന യാതൊരുവിധ പ്രവർത്തികൾ കൊണ്ടോ ഒരുവന് നിത്യമായ സ്വർഗത്തിൽ ചെല്ലുവാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. നിത്യമായ സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ തന്നെ വിശുദ്ധ ബൈബിൾ പറയുന്നത്, പ്രമാണം പറയുന്നത്, ഹല്ലേലൂയ, ബൈബിൾ എന്ത് പറയുന്നു അത് കേട്ട് വിശ്വസിച്ച് അതുപോലെ ചെയ്ത് നടക്കുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, ഇപ്പം പാതാളത്തിൽ നിന്ന് വന്നവൻ ആരാണ് നമുക്കറിയാം. ആ വന്നവന്റെ അനുയായിയായി മാറാതെ നിന്റെ വിളക്കിൽ എണ്ണയില്ലാതെ വിളക്ക് കെട്ടുപോയത് കൊണ്ടാണ് നീ പാതാളത്തിൽ നിന്ന് വരുന്നവനെ സ്വീകരിക്കുന്നത്. നിന്റെ വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ നിന്നിൽ അഭിഷേകം ഉണ്ടായിരുന്നുവെങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, സ്വർഗത്തിൽ നിന്ന് വരുന്നവനെ നീ നോക്കി കാത്തിരുന്നേനെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്നെ കേൾക്കുന്നവർ എന്തുകൊണ്ടാണ്
അല്ലേ? വിളക്കിൽ എണ്ണയില്ലാതെ അല്ലേ വിളക്ക് കെട്ടുപോകുന്നത്. ബുദ്ധിയില്ലാത്തവരുടെ രീതി അവർ പറഞ്ഞു കാണും, നമുക്ക് എണ്ണയൊന്നും എടുക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം, അവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ കാണും, അവരോടൊക്കെ ചോദിച്ചു വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് അലസരായി മടിയരായി വന്ന ഒരു കൂട്ടം ജനം ഇന്നും സഭായോഗത്തിന് വെറും അലസതയോടെ വരുന്നവരുണ്ട്, ഉദാസീനതയോടെ വരുന്നവരുണ്ട്. പോയേക്കാം, പോയില്ലെങ്കിൽ എന്ത് പാസ് വിചാരിക്കും, അല്ലെങ്കിൽ ചെന്നില്ലെങ്കിൽ എന്തോ നമ്മൾ ഉത്തരം പറയും എന്നൊക്കെ ചിന്തിച്ചു വരുന്നവരുണ്ട്. ഇന്നത്തെ ദിവസം സഭായോഗം മുടക്കിയിട്ട് പാതാളത്തിൽ നിന്ന് വന്നവന്റെ ആചാരത്തെ അനുഷ്ഠിക്കാൻ ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന അനവധി ക്രൈസ്തവരുണ്ട്. അല്ലേ? എന്നെ കേൾക്കുന്ന ക്രൈസ്തവ വിശ്വാസിയെ, ക്രിസ്ത്യാനിത്വം ഉറക്കെ പ്രസംഗിച്ചു, ക്രിസ്ത്യാനിത്വം ഉറക്കെ പറഞ്ഞു നടക്കുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് പകൽ നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന് വേണ്ടി വേണം ഒരുങ്ങിയിരിക്കാൻ. പാതാളത്തിൽ നിന്ന് കയറി വരുന്നവരെ സ്വീകരിക്കാൻ നീ ഒരുങ്ങിയിരുന്നാൽ നിന്റെ അവസാനം പാതാളത്തിൽ തന്നെയായിരിക്കും. വ്യക്തം ചെയ്യും. അതുകൊണ്ട് നീ ബുദ്ധിയുള്ളവനായി വിളക്കിൽ എണ്ണയും തെളിയിച്ചുകൊണ്ട് വിളക്കിൽ എണ്ണയും എടുത്ത് അല്ലേ മണവാളന്റെ വരവിന് വേണ്ടി കാതോർത്തിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. അല്ലേ? ഇവിടെ ദൈവവചനം വായിക്കുന്നത് പാത്രത്തിൽ എണ്ണയില്ലാത്തതിനാൽ അവരുടെ വിളക്കുകൾ കെട്ടുപോയി. അല്ലേ? പാത്രത്തിൽ എണ്ണയില്ലാഞ്ഞതുകൊണ്ട് അവരുടെ വിളക്ക് കെട്ടുപോയി. നമ്മൾക്കറിയാം, വിളക്കിൽ എണ്ണയില്ലെങ്കിൽ വിളക്ക് കെട്ടുപോകും. വിളക്ക് കത്തുന്നത് തന്നെ എണ്ണയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വിളക്ക് എടുത്തു, എണ്ണ എടുത്തില്ല, അവരുടെ വിളക്ക് കെട്ടു, അവർ നിരാശരാണ്. അവരുടെ നിർഭാഗ്യമായ അവസ്ഥ. എന്നാൽ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നവർ എത്ര ഭാഗ്യമേറിയവർ. അവർ എഴുന്നേറ്റ് പ്രകാശിച്ചു. മണവാളന്റെ സ്വരം കേട്ടപ്പോൾ, ആർപ്പുവിളി കേട്ടപ്പോൾ എന്ത് ചെയ്തു? അവർ എഴുന്നേറ്റ് പ്രകാശിക്കുന്നു, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് യെശയ്യാ പുസ്തകത്തിൽ 60:1 വായിക്കുന്നത് പോലെ എണ്ണയുണ്ടായിരുന്ന ആ ബുദ്ധിയുള്ള 5 കന്യകമാർ ആർപ്പുവിളി കേട്ടപ്പോൾ തന്നെ അവരുടെ വിളക്ക് കത്തിച്ചവർ അല്ലെ മണവാളനോട് കൂടെ എടുക്കുവാൻ ചേർക്കപ്പെടുവാൻ തയ്യാറായി. അല്ലേ? അല്ലാത്ത ബുദ്ധിയില്ലാത്ത 5 പേരെന്ത് ചെയ്തു? അല്ലേ? അവർ നിരാശരായി മാറി. അവരിലേക്ക് അന്ധകാരം വ്യാപരിച്ചു. അന്ധകാരം. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-2 വാക്യം പറയുന്നത്. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേൽ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവന്റെ ഹൃദയത്തിനകത്ത് അന്ധകാരം വന്നു. അല്ലെ? ബുദ്ധിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ അന്ധകാരം ഭൂമിയെ മൂടി, കൂരിട്ട് ജാതികളെ അവരെ അന്ധകാരവും കൂരിട്ടും കൊണ്ട് മൂടിക്കളഞ്ഞു. അവർക്കിപ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയില്ല. അല്ലേ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ജീവിതത്തിൽ നിനക്ക് ലഭിച്ച സമയം അല്പകാലം മാത്രമാണ്. അതിലൊരു നിമിഷം പോലും നീ ആരാധന മുടക്കി, വിശുദ്ധ സഭായോഗം മുടക്കി, കൂട്ടായ്മ മുടക്കി, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നീ ആരാധിക്കേണ്ട സ്ഥാനത്ത്, അല്ലെങ്കിൽ ദൈവമക്കളോട് ഒന്നിച്ചിരുന്ന് ആരാധിക്കേണ്ട സ്ഥാനത്ത് നീ അത് മുടക്കിയിട്ട് നിന്റെ ആചാരങ്ങളിലേക്ക് നീ പോകരുത്. ലോകം കാണിക്കുന്നത് നീ കണ്ടുപഠിക്കരുത്, ലോകക്കാർ ചെയ്യുന്നത് നീ കണ്ടുപഠിക്കരുത്, ലോകക്കാർ പറയുന്നത് നീ പറഞ്ഞു പഠിക്കരുത്, ലോകക്കാർ കേൾക്കുന്നത് നീ കേൾക്കാൻ നിൽക്കരുത്. അല്ലേ? നീ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെന്ന് ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ നീ വിശുദ്ധ ജീവിതം നയിക്കണം. നിന്റെ വിളക്കിൽ എണ്ണയുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ അഭിഷേകം ഉണ്ടായിരിക്കണം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്. അല്ലേ? അവൻ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നവർ എഴുന്നേറ്റ് പ്രകാശിച്ചു, യഹോവയുടെ തേജസ്സും അവരുടെ മേൽ ഉദിച്ചു. എന്നാൽ എണ്ണയില്ലാത്തവർ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ സാധിച്ചില്ല. അല്ലേ? അപ്പൊ എണ്ണ എന്ന് പറയുന്നത് അഭിഷേകത്തെ കുറിക്കുന്നു. എണ്ണ എന്ന് പറയുന്നത് അഭിഷേകത്തെ കുറിക്കുന്നു. ദൈവമക്കൾ എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ അവരിൽ അഭിഷേകം കുറയാതെ ഇരിക്കണം.
ആരാധന മുടക്കാതിരിക്കണമെങ്കിൽ, പ്രാർത്ഥന മുടക്കാതിരിക്കണമെങ്കിൽ, ദൈവവചന ധ്യാനം മുടക്കാതിരിക്കണമെങ്കിൽ, വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ, ഈ ലോകത്തിൽ നിന്ന് വേർപാട് പാലിക്കണമെങ്കിൽ, ദൈവമക്കളോടൊപ്പം കൂട്ടായി നടക്കണമെങ്കിൽ, കൂട്ടായി ജീവിക്കണമെങ്കിൽ, ആരാധനയുടെ സൗരഭ്യം അനുഭവിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് അഭിഷേകം ഉണ്ടായിരിക്കണം. അഭിഷേകമില്ലാത്ത നീ ആമേൻ കാണുന്ന വഴിയിലൂടെ നീ യാത്ര ചെയ്യും. പ്രൈസോ. അഭിഷേകമില്ലാത്തതുകൊണ്ട് നിന്റെ കണ്ണ് തിരിയുന്ന വഴിയിലൂടെ നീ തിരിഞ്ഞു പോകും. ഹല്ലേലൂയ, സ്തോത്രം. പണ്ട് ഞാൻ ഹല്ലേലൂയ, സ്തോത്രം, ഒരാൾ പ്രസംഗിച്ച് കേട്ടതാ, ഞാൻ പറഞ്ഞതല്ല, ഒരാൾ പ്രസംഗിച്ച് കേട്ടതാ. ഒരു മനുഷ്യൻ രാവിലെ സഭായോഗത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. സഭായോഗത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വരുന്ന വഴിക്ക് നല്ല മാംസം വിൽക്കുന്ന കട കണ്ടത്, ഇറച്ചിക്കട കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് തോന്നല്, തിരിച്ചു വരുന്നിടം വരെ ആ സാധനം അവിടെ ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ തന്നെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ആരാധനയുടെ സമയത്ത് ആലയത്തിലെത്തേണ്ട മനുഷ്യൻ വഴിയിൽ വെച്ച് കണ്ട ഇറച്ചിക്കടയിൽ കയറി ഇറച്ചി വാങ്ങി വീട്ടിലേക്ക് പോയി. അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോൾ അത് വീട്ടിൽ വെച്ച് ഞുറുക്കി കറി വെച്ച് കൂട്ടിയെന്നാണ് ഞാൻ ആ ദൈവദാസൻ പ്രസംഗിച്ച് കേട്ടത്. അദ്ദേഹം തിരിച്ചു വരാനായിട്ട് തുടക്കം വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആരാധനയുടെ സമയം നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിന് ആരാധന കൂടാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്നെ വഴിയിൽ വെച്ച് മുടക്കുന്ന അനുഭവങ്ങൾ, അഭിഷേകമുള്ളവനെ ഒരിക്കലും വഴിയിൽ മുടക്കത്തില്ല. അഭിഷേകമുള്ളവൻ കൃത്യമായി ആരാധനയ്ക്ക് എത്തും. അഭിഷേകമുള്ളവൻ ആരാധനയ്ക്ക് കടന്നു വരുന്ന വഴിയിൽ അവന്റെ കണ്ണുകൾക്ക് ഇമ്പമാകുന്നത്, അവന്റെ നാവിന് രുചി പകരുന്ന എന്ത് കണ്ടാലും അവൻ അങ്ങോട്ട് തിരിയത്തില്ല, അതിലേക്ക് ശ്രദ്ധ കൊടുക്കത്തില്ല. കാരണം അഭിഷേകം അവന്റെ ഉള്ളിൽ തിളച്ചുകൊണ്ടിരിക്കുക. കാരണം അവനറിയാം, ഈ അഭിഷേകത്തോടു കൂടി ഞാൻ ദൈവസഭയ്ക്കകത്ത് കടന്നു ചെന്നെങ്കിൽ മാത്രമേ എന്റെ കർത്താവിനെ പ്രസാദിപ്പിക്കൂ. എന്റെ കർത്താവിന്റെ വരവികൾ ആർപ്പുവിളി കേൾക്കുമ്പോൾ, കാഹളനാദം കേൾക്കുമ്പോൾ എനിക്കും നിത്യതയിലേക്ക് ചേർക്കപ്പെടാൻ കഴിയുള്ളൂ, സ്വർഗരാജ്യത്ത് ചേർക്കപ്പെടാൻ കഴിയുള്ളൂന്ന് അവന് ബോധ്യമുണ്ട്. അതുകൊണ്ട് ആരാധന മുടക്കുന്നവന്റെ ജീവിതത്തിൽ, ആരാധന മുടക്കുന്നവളുടെ ജീവിതത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോയവരവര്. അഭിഷേകമുണ്ടെങ്കിൽ നീ ഞായറാഴ്ച രാവിലെ നീ മറ്റു ജോലിക്കൊന്നും പോകത്തില്ല. അഭിഷേകമുണ്ടെങ്കിൽ നിന്റെ ജോലി, നിന്റെ പണം സമ്പാദിക്കാൻ വേണ്ടി നീ പോകത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ചിലരൊക്കെ പറയോ, ഇന്ന് കടയിൽ ഭയങ്കര തിരക്കായിരുന്നു, ഇന്ന് ഞായറാഴ്ചയാണ്, ഓണത്തിന്റെ തിരക്ക്, കടയിൽ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഇന്ന് കടയിൽ ചെല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് ആരാധനയ്ക്ക് വരാൻ പറ്റത്തില്ല വാസായി. അതെ, ഇന്ന് കടയിൽ ഭയങ്കര തിരക്കാ, കടയിൽ ഒരുപാട് ആളാ, അതുകൊണ്ട് നീ ഇന്ന് കടയിൽ പോയി ഇരുന്നു എന്ന് സാത്താൻ നിന്നോട് പറയുമ്പോൾ, ഹല്ലേലൂയ, അത് നീ ദൈവരാജ്യത്തിന് നഷ്ടമായി നിന്നെ കണക്കൂട്ടിയാൽ മതി. ഹല്ലേലൂയ. എത്ര തിരക്കുണ്ടായിരുന്ന, എന്തെല്ലാം കാര്യത്തിനുള്ള ഞായറാഴ്ച എന്ന് പറയുന്നത് നീ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. ആഴ്ചയിൽ 6 ദിവസം ദൈവം നിനക്ക് തന്ന് 7-ാം നാൾ നീ ദൈവസഭയിൽ വന്ന് കൂടി ആരാധിക്കണം. ദൈവത്തോട് ചേർന്ന് നിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അല്ലാതെ ലോകക്കാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ, കടക്കാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുവാൻ, ആചാരങ്ങളോടൊപ്പം നീ നിൽക്കുവാൻ അല്ലേരിയ, ഇവിടുത്തെ ദിവ്യാഗ്രഹത്തിന്റെ പിന്നാലെ നീ പോകരുത്. പ്രൈസ്. നിന്റെ വിളക്കിൽ എണ്ണയില്ലാത്തതുകൊണ്ടാണ് നീ ഞായറാഴ്ച ജോലിക്ക് പോകുന്നത്. നിന്റെ വിളക്കെന്ന് പറഞ്ഞാൽ നീ ആകുന്ന നിന്റെ ജീവിതത്തിനകത്ത് എണ്ണയില്ലാത്തതുകൊണ്ട്, പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ട്, അഭിഷേകമില്ലാത്തതുകൊണ്ട് നീ ഞായറാഴ്ച ആരാധന മുടക്കിയിട്ട് ജോലിക്ക് പോകും, കല്യാണത്തിന് പോകും, കയറി താമസത്തിന് പോകും, മറ്റ് കാര്യാദികൾക്കൊക്കെ പോകും. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ പോകുന്ന ഏതിനൊക്കെയാണെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ വീണ്ടെടുക്കപ്പെട്ടവളാണോ എന്ന് നിനക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകും. വീണ്ടെടുപ്പിന്റെ അനുഭവം പ്രാപിച്ച നിനക്ക് ദൈവത്തെ മറന്നു ജീവിക്കാൻ കഴിയില്ല, ദൈവസന്നിധി വിട്ടു പോകാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരാധന മുടക്കുന്നതിന്റെ ജീവിതത്തിൽ പാതാളത്തിൽ നിന്ന് കയറി വന്നവന്റെ വ്യാപാരമാണ് നടക്കുന്നത് കേട്ടോ. അത് കടയിൽ പോയാലും, ഇന്നത്തെ ഉല്ലാസത്തിന് പോയാലും, എന്ത് കാര്യം നീ പറഞ്ഞ് ഞായറാഴ്ച പോയാലും ഒരു പാതാള ശക്തി നിന്റെ ജീവിതത്തിലുണ്ട്, നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചിലർക്ക് മുൻകൂർ ജാമ്യം എടുക്കും. മുൻകൂർ ജാമ്യം എന്ന് കിട്ടില്ല, ചിലർ മുൻകൂർ ജാമ്യം നേരത്തെ പറയും, ബസ് ഞങ്ങൾക്ക് ഞായറാഴ്ച വരാൻ കഴിയില്ല. എന്താ കാരണം? ഞങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി പോകണം. ബാക്കിയുള്ള ദിവസമൊക്കെ ഉണ്ടായിരുന്നു, അന്ന് നിനക്ക് പോകാൻ സമയം കിട്ടില്ല, ഞായറാഴ്ച മാത്രമേ നിനക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു വ്യാപാരം അവന്റെ മേലുണ്ട്. അതുകൊണ്ടാണ് അവൻ ഞായറാഴ്ച എന്നുള്ളത് തെരഞ്ഞെടുക്കുന്നത്.
ആ വ്യാപരണ അന്ധകാരമാണ്. അതേസമയത്ത് പരിശുദ്ധാത്മാവാണെങ്കിൽ അവൻ ഞായറാഴ്ച അവൻ കർത്താവിന് വേണ്ടി വേർതിരിക്കും, അവൾ കർത്താവിന് വേണ്ടി വേർതിരിക്കും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, എണ്ണ എന്ന് പറയുന്നത് അഭിഷേകത്തെ കുറിക്കുന്നു. ദൈവമക്കൾ എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ അവരുടെ അഭിഷേകം കുറയാതിരിക്കണം. എപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് കാണപ്പെടുന്നുവോ അപ്പോഴെല്ലാം ദൈവ സാന്നിധ്യം നിനക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എണ്ണ കുറഞ്ഞു പോകരുത്. എപ്പോഴും നിങ്ങൾ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കണം. എപ്പോഴും നിങ്ങൾ അഭിഷേകവുമായി ബന്ധപ്പെട്ട് നിൽക്കണം. പരിശുദ്ധാത്മാവുമായി ആഴമേറിയ ബന്ധം നിങ്ങൾ പുലർത്തണം. പരിശുദ്ധാത്മാവുമായിട്ട് ആഴമേറിയ ബന്ധം പുലർത്തണം. പരിശുദ്ധാത്മാവുമായി ആഴമേറിയ ബന്ധം നിന്റെ ജീവിതത്തിന് കൊണ്ടുണ്ടെങ്കിൽ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവുമായിട്ട് നീ ഒന്നിച്ച് സന്തോഷിച്ച് പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്കും വിധേയപ്പെട്ടുമാണ് നീ നടക്കുന്നതെങ്കിൽ ഈ ലോകത്തിന്റെ ഭാവസുഖങ്ങൾ നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിനെ മാറ്റിവെച്ചിട്ട് നാളെ സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് നല്ല പായസം കൂട്ടിയുള്ള ചോറ്, നല്ല സദ്യയൊക്കെ ഇന്ന് കിട്ടും. അത് ഉണ്ണുവാൻ വിളിച്ചിട്ടുള്ളവരൊക്കെ ആരാധന മുടക്കി നീ പോകുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, നീ ആരാധന മുടക്കി പോകരുത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ആരാധന നഷ്ടപ്പെടുത്തി നീ പോകുന്ന സമയത്താണ് നിന്റെ ജീവിതത്തിൽ മരണം സംഭവിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കാര്യം കഷ്ടം തന്നെയാ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ചാൽ ഇങ്ങനെ കാണാൻ കഴിയും: അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്ന ഒരു ആർപ്പുവിളി ഉണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. വേദപുസ്തകം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴിയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിന്ന. നനയ്ക്കാത്ത നാഴിയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുമെന്ന്, ഹല്ലേലൂയ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 24:44 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് അവിടെ ഇരിക്കുന്നത്? അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യപുത്രൻ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുന്ന സമയം ഏതെന്ന് ഞാനും നിങ്ങളും അറിയാത്തത് കൊണ്ട്, അർദ്ധരാത്രിയിൽ അവൻ വരുന്നത്, നാം ഇവിടെ വരുന്നെന്ന് പറയുമ്പോൾ അർദ്ധരാത്രി മണവാളൻ വരുന്നു, അപ്പോൾ അവന് എതിരേൽപ്പാൻ ആർപ്പിട്ട ശബ്ദം കേട്ടതുപോലെ നീ ഏത് സമയത്ത് ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ, ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ടാണ് വചനം അങ്ങനെ പറയുന്നത്. അപ്പൊ ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും ഹല്ലേലൂയ കൂടെ അറിയുന്നില്ല എന്നാണ് മത്തായിയുടെ സുവിശേഷം 24:36 വായിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആ നാളും നാഴികയും സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രന്മാരും കൂടെ ഹല്ലേലൂയ അറിയുന്നില്ല. അപ്പൊ കർത്താവിന്റെ വരവിനെ കുറിച്ച് ദൂതന്മാർക്കോ പുത്രനോ അറിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, അറിയില്ല. ഹല്ലേലൂയ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകുമെന്ന. അപ്പം വളരെ സൂക്ഷ്മതയോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയും അന്ധകാരം കൊണ്ട് മൂടുന്ന, കൂരിരുട്ട് കൊണ്ട് മൂടുന്ന ഈ ലോകത്തിന്റെ മായമായ സുഖങ്ങളിൽ നീ വീണു പോകരുത്. എന്തുകൊണ്ടാണ് നിന്റെ വിളക്ക് കെട്ടുപോയത്? ബുദ്ധിയില്ലാത്ത നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ആ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 34 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വാചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്നാ പറയുന്നത്. എന്താണ് പറയുന്നത്? ഇതൊക്കെ സംഭവിക്കുവോളം എന്ന് പറയുന്നത്, ഈ തലമുറ ഒഴിഞ്ഞു പോകില്ലെന്ന് പറയുന്നത്. അല്ലേലൂയ. നമുക്കറിയാം AD 70 നാശം കണ്ടു. അതുകൊണ്ട് ഈ പ്രവചനങ്ങൾ അന്ന് നിറവേറിയതായി ചിലർ കരുതി.
എന്നാൽ അത്തിയുടെ തളിർപ്പ് കാണുന്ന തലമുറയുടെ കാലത്ത് കർത്താവ് വരുമെന്ന് മറ്റു ചിലർ പഠിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായ 1948 ആ തലമുറയുടെ ആയുസ് കൂടിയേ ഉണ്ടാകാനേ പറ്റൂ. അതനുസരിച്ച് 2000 കർത്താവ് വന്നിരിക്കുമെന്ന് ഖണ്ഡിതമായി പറഞ്ഞിരുന്ന ചില ഉപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ തലമുറ എന്നതിന് ആരെക്കുറിച്ച് പറയുന്നുവോ ആ ജാതി മൊത്തമായിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ആഡം ക്ലാർക്ക്, ആർഡി ഫ്രാൻസ്, പ്ലമ്മർ, ഗാഡ്ബിലിൻ, വാൽഫുഡ്, ഗിബ്സൺ, സ്കോൾഫീൽഡ് ആദ്യമായ വേദപണ്ഡിതന്മാർ ആ തലമുറയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ തലമുറ എന്ന് പറയുന്നത് സ്തോത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ജാതി എന്ന ആശയത്തിലാണ് എന്നതും ഇത്തരുണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം എന്നോ അതിനർത്ഥമുണ്ട്. കർത്താവ് ഇതിനു മുമ്പും ഈ തലമുറയെ കുറിച്ച് പറഞ്ഞിട്ട് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ. കർത്താവിന്റെ വരവിനെ കുറിച്ച് കേട്ടിട്ടും ഒരുങ്ങാതെ ഇരിക്കുന്ന അവിശ്വാസം കോട്ടവുമുള്ള തലമുറ. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ, ദുഷ്ടതലമുറ, ബോഷ്കുള്ള തലമുറ, അടയാളം അന്വേഷിക്കുന്ന തലമുറ എന്നിങ്ങനെ ആ തലമുറയെ കുറിച്ച് പറയാം. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. അവർ ഇങ്ങനെ പലതിനെ കുറിച്ചും ചെകഞ്ഞ് അന്വേഷിച്ച് നടക്കും. എന്നാൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് വേണ്ടത്ര അറിവ് അവർക്കില്ല. വക്രതയും കോട്ടവുമുള്ള തലമുറ, അവിശ്വാസമുള്ള തലമുറ, ദുഷ്ടതലമുറ, അടയാളം അന്വേഷിക്കുന്ന തലമുറ, ദോഷവും വ്യഭിചാരമുള്ള തലമുറ. അങ്ങനെ ഒരു തലമുറ ഇന്ന് ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണയില്ലാതെ അവർ ഇന്ന് വാദപ്രതിവാദങ്ങളുമായി യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടും കർത്താവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും കർത്താവിന്റെ മധ്യാകാശ വരവിനെ തെറ്റായി വ്യാഖ്യാനിച്ചും നടക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട്. അതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നീ വിളക്കിൽ എണ്ണ തെളിയിച്ചുകൊണ്ട് വിളക്കിൽ എണ്ണ എടുത്തുകൊണ്ട് ഇവിടെ കർത്താവിന്റെ വരവിന് വേണ്ടി നീ ഒരുങ്ങിയിരിക്കണം. നിന്റെ മേൽ വലിയൊരു അഭിഷേകം ദൈവം തന്നിട്ടുള്ളതിനെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. നിന്റെ മേലുള്ള അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളയാതെ പരിശുദ്ധാത്മാവുമായി ആഴമേറിയ ബന്ധത്തിൽ നീ ഉറച്ചു നിന്ന് നമ്മുടെ മണവാളന്റെ വരവിനായി നീ ഒരുങ്ങണം. രക്തം ചെയ്യാം. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ കത്തുന്ന വിളക്കുമായി എപ്പോൾ കർത്താവിനെ വരവേൽക്കാൻ എപ്പോഴും കർത്താവിനെ വരവേൽക്കുവാൻ, ഏത് സമയത്തും കർത്താവിനെ വരവേൽക്കുവാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അതെ, യേശു മധ്യാകാശത്തിൽ വരെ സമാധാനായി. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ തന്റെ വിശുദ്ധ സഭയെ, മണവാട്ടി സഭയെ ചേർക്കാൻ വരും. അപ്പോൾ മുമ്പേ മരിച്ചുപോയ വിശുദ്ധന്മാരൊക്കെ ഉയർക്കും. പിന്നെ ജീവനോട് ഇരിക്കുന്നവരൊക്കെ രൂപാന്തരം പ്രാപിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ജീവിതത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ടാൽ നിന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോകും. ബുദ്ധി നഷ്ടപ്പെട്ടു ബുദ്ധിയില്ലാത്തവനായി മാറുമ്പോഴാണ് അവിശ്വാസവും കോട്ടവും ദുഷ്ടതയും ചതിയും വഞ്ചനയും ദോഷവും വ്യഭിചാരവും അടയാളങ്ങളൊക്കെ അന്വേഷിച്ച് നീ നടക്കുന്നത്. ബുദ്ധിയില്ലാതെ പോയതുകൊണ്ടാണ്. ഇവിടെ ദൈവത്തിന് സാധാരണയായ ഒരു വിളക്ക് കാത്തണമെങ്കിൽ അതിന് എണ്ണ ആവശ്യമാണ്. സാധാരണ ഒരു വിളക്ക് കത്തണമെങ്കിൽ എണ്ണ ആവശ്യമാണ്. സോദരം, ആ വിളക്കിന്റെ തിരി എപ്പോഴും എണ്ണയിൽ മുങ്ങിയിരിക്കണം. അതായത് സ്തോത്രം, സ്തോത്രം. അതായത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ആഴം എപ്പോഴും പരിശുദ്ധാത്മാവിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. വിളക്ക് കെട്ടുപോകുന്നത് ഒന്ന്, വിളക്കിൽ എണ്ണ ഇല്ലാത്തതുകൊണ്ട്; രണ്ട്, വിളക്കിന്റെ തിരി ആഴത്തിലേക്ക് ചെന്ന് എണ്ണയിൽ മുട്ടിക്കിടക്കാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് വിളക്ക് നഷ്ടപ്പെടുന്നത്. ഇന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴം, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവുമായി കൂടി വ്യാപരിക്കുന്ന ഒരു ബന്ധമുണ്ടായിരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ കഴിയണം. ആ രീതിയിൽ നീ ആയിരിക്കുമ്പോഴാണ് നിനക്ക് അഭിഷേകത്തിൽ നിറഞ്ഞ് ആരാധിക്കാൻ കഴിയുള്ളൂ. ഫൈസറോ,
നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ പരിശുദ്ധാത്മാവിനെ നീ പ്രതിഷ്ഠിക്കൽ, പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുന്നെങ്കിൽ, ആമേൻ, നിന്റെ ഹൃദയത്തിന്റെ ആഴമായി പരിശുദ്ധാത്മാവുമായി നീ ബന്ധപ്പെട്ട് നിൽക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് അല്ലെങ്കിൽ മനസ്സ് തെളിഞ്ഞിരുന്ന് ആരാധിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ചില ആളുകൾക്ക് എന്ത് സന്തോഷത്തിന്റെ വാക്കുകൾ പറഞ്ഞാലും, എന്ത് സന്തോഷിപ്പിക്കുന്ന ദൈവവചനങ്ങൾ പറഞ്ഞാലും, അവർക്ക് ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾ പറഞ്ഞാലും, ദൈവത്തിന്റെ ആലോചനകളും ദൂതുകളും അവർക്ക് നൽകിക്കൊടുത്താലും അവർക്ക് അത് കേട്ടാൽ സന്തോഷമില്ല. അവർ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങുകയും ഹല്ലേലൂയ ഒക്കെ ഇരിക്കുന്നവരാ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവർ നിലവിളിച്ചതുപോലെ, വിലപിച്ചതുപോലെ, സങ്കടപ്പെട്ടതുപോലെ നിങ്ങൾ ആ സ്ഥിതിയിലേക്ക് പോകാതെ നിങ്ങളുടെ വിളക്കിൽ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം നിങ്ങൾ നിറച്ചു നിൽക്കണം. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനം അതൊക്കെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഹൃദയമാകുന്ന പാത്രത്തിൽ നിങ്ങൾ തന്നെ എണ്ണ ശേഖരിച്ചു വെക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയമാകുന്ന പാത്രത്തിൽ നിങ്ങൾ തന്നെ എണ്ണ ശേഖരിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ ആ എണ്ണയിൽ നിനക്ക് തെളിഞ്ഞു നിൽക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൃപയുടെ കാലത്ത് എത്രമാത്രം കർത്താവിന്റെ പാദത്തിൽ നിങ്ങൾ കാത്തിരുന്ന് അവനെ ആരാധിച്ച് സ്തുതിക്കുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ അഭിഷേകത്തിന്റെ ആ എണ്ണ, അഭിഷേകത്തിന്റെ നിറവ് ഹല്ലേലൂയ വ്യാപരിക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഹല്ലേലൂയ സ്തോത്രം, ഇത് കൃപയുടെ കാലമാണ്. ഹല്ലേലൂയ. ഈ കൃപയുടെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ നിന്റെ പാത്രത്തിൽ, ഹൃദയമാകുന്ന പാത്രത്തിൽ എണ്ണ നിറച്ച് നീ കർത്താവിന്റെ പാദപീഠത്തിൽ വന്നിരുന്ന് ആരാധിച്ചു തുടങ്ങുമ്പോൾ, ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ, ദൈവത്തിന് സ്തോത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ നീ നിറയപ്പെട്ട് ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിച്ച് സ്തുതിക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ കണ്ടില്ലേ ചില വാർദ്ധക്യത്തിലായിരിക്കുന്ന ചില മാതാപിതാക്കൾ, പണ്ടത്തെ ആളുകളൊക്കെ അവരെപ്പോഴും നടന്ന സ്തോത്രം പറഞ്ഞ് സ്തുതി പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് നടക്കുന്നത്. ചില വീട്ടിലൊക്കെ ചെന്നാൽ ചില അമ്മച്ചിമാരും ചില അപ്പച്ചന്മാരും ഒക്കെ ഉണ്ട്, അവരെന്ത് പറഞ്ഞാലും അന്യഭാഷ പറഞ്ഞേക്കാം, എന്തോ പറഞ്ഞാലും ഒരു ഹല്ലേലൂയ സ്തോത്രം പറയും. ഹല്ലേലൂയ. നമ്മൾ എന്ത് നമ്മുടെ നാവ് കൊണ്ട് പറയാൻ ഒരുങ്ങുന്നു ആ സമയത്ത് ചില മാതാപിതാക്കൾ സ്തോത്രം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഹല്ലേലൂയ അവർ അന്യഭാഷ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? അവരുടെ ഹൃദയമാകുന്ന പാത്രത്തിൽ പരിശുദ്ധാത്മാവാകുന്ന അഭിഷേകം നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ദൈവത്തിന്റെ ദാസിമാർ അവിടെ ചെന്ന് ദൈവവചനം പറയുവാൻ ഒരുങ്ങുമ്പോ തന്നെ ഹൃദയമാകുന്ന പാത്രത്തിൽ എണ്ണ നിറഞ്ഞിരിക്കുന്ന മാതാപിതാക്കൾ അവരുടെ ഉള്ളിൽ നിന്ന് അവരറിയാതെ തന്നെ സ്തോത്രം വരും. പ്രൈസ് ദി ലോർഡ്. രക്തം ചെയ്യും. നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടോ സഹോദര? നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടോ സഹോദരി? നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദൈവഭക്തൻ കടന്നു വരുമ്പോൾ, ദൈവഭക്ത കടന്നു വന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ നാവിൽ സ്തുതി സ്തോത്രങ്ങൾ വരുമോ? നിങ്ങളുടെ നാവിൽ അന്യഭാഷ വരുമോ? ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് നമ്മുടെ ഭവനങ്ങളിൽ സംഭവിക്കും? ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഭവനത്തിലേക്ക് ദൈവദാസന്മാർ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നിന്റെ ഹൃദയമാകുന്ന പാത്രത്തിൽ എണ്ണയുമായി, നിന്റെ ഹൃദയമാകുന്ന പാത്രം പരിശുദ്ധമാകുന്ന അഭിഷേകമായി നീ ദൈവദാസന്റെ അരികിൽ അല്ലെ ദൈവദാസന്റെ അരികിൽ അവരോട് ചേർന്ന് കുടുംബമായി ചേർന്നിരുന്ന പരസ്പരം വചനം ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ് നിന്റെ കുടുംബത്തിന് ആവശ്യം. അതാണ് നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹം. അതാണ് നിന്റെ കുടുംബത്തിൽ വെളിപ്പെടേണ്ടത്. അത് വെളിപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഹൃദയമാകുന്ന പാത്രത്തിൽ എണ്ണ വേണം. അങ്ങനെയുള്ള കുടുംബത്തിലെ സമാധാനം. അല്ല ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ആ വീട്ടിൽ ചെന്നിട്ട് പോരുന്നിടം വരെ ഒരു ദൈവവചനം പറയാൻ അവസരം കിട്ടത്തില്ല. അങ്ങനെയുള്ള ചില വിശ്വാസി കുടുംബങ്ങളുണ്ട്. ഞാൻ അങ്ങനെ പലതുമുണ്ട്. ചില വീട്ടിൽ ചെന്ന് നമ്മൾ 1 മണിക്കൂർ ചെലവഴിച്ചാലും ഒരു ദൈവവചന ഭാഗം പോലും നമ്മളെ പറയിപ്പിക്കത്തില്ല. നമ്മൾ ദൈവവചനത്തിന്റെ ഭാഗം പറയാൻ ഒരിക്കൽ അവർ ഏതെങ്കിലും ലോകകാര്യങ്ങൾ എടുത്തുകൊണ്ടിരും. ഒന്നിൽ അവരുടെ മക്കളുടെ കാര്യം, മരുമക്കളുടെ കാര്യം, കൊച്ചുമക്കളുടെ കാര്യം, ബന്ധുക്കളുടെ കാര്യം, അയൽവാസികളുടെ കാര്യം, അവർക്ക് ഇഷ്ടപ്പെടാത്തവരുടെ കാര്യം, സഭയുടെ കുറ്റം, വിശ്വാസിയുടെ കുറ്റം, പാസ്റ്ററുടെ കുറ്റം, ഹല്ലേലൂയ, അങ്ങനെ സകല കുറ്റങ്ങളും കണ്ടുപിടിച്ച് ആ വീട്ടിലിരിക്കുന്ന സമയത്തോളം അവർ പരാതികളും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതിപ്പെട്ടിയായി പലരെയും കാണാൻ കഴിയും. എന്തുകൊണ്ട്? അവരുടെ ഹൃദയമാകുന്ന പാത്രത്തിൽ
പരിശുദ്ധാത്മാവാകുന്ന എണ്ണയുടെ അനുഭവം ഇല്ലാത്തതുകൊണ്ട്, അഭിഷേകം ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഹൃദയത്തിനകത്ത് പരിഭവങ്ങൾ മാത്രം പുറപ്പെടും. അവിടെ പ്രാർത്ഥിക്കുവാനൊന്നും സമയം കിട്ടത്തില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിന്റെ ഭവനത്തിന്റെ അവസ്ഥ എന്താണ്? നിന്റെ ഭവനത്തിന്റെ അടിസ്ഥാനം എന്താണ്? എന്താണ് നിന്റെ തകർച്ചയുടെ കാരണം? എന്താണ് നിന്റെ പരാജയത്തിന്റെ കാരണം? എന്താണ് നീ നിന്ദിക്കപ്പെടുന്നത്, അപമാനിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നിനക്ക് ഉയർച്ച പ്രാപിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നിനക്ക് നന്മ പ്രാപിക്കാൻ കഴിയാത്തത്? നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാത്തത്, നിന്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടാത്തത്, നിന്റെ ഭാര്യ നന്നാകാത്തത്, നിന്റെ കുടുംബത്തിൽ ഒരു സന്തോഷം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? വിളക്കിൽ എണ്ണയില്ലാത്ത ആ കനികമാർ, ബുദ്ധിയില്ലാത്ത കനികമാരെ പോലെ നിന്റെ ഉള്ളിലെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയതാണ് അതിനെല്ലാം കാരണം. നിന്റെ കുടുംബത്തിൽ ഇത്രമാത്രം പ്രതിസന്ധി കടന്നു വരുന്നത്. നിന്റെ ഉള്ളിൽ അഭിഷേകം ഉണ്ടെങ്കിൽ നിനക്ക് നേരെ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധിയും നീ ആത്മാവിൽ ആരാധിച്ച് ജയം പ്രാപിക്കും, അല്ലെങ്കിൽ ജയമെടുക്കും. അല്ലേരിയ. ചില വീട്ടിലേക്ക് ചെല്ലുന്ന കഴിയുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീട്ടിലേക്ക് കിടന്നിരുന്നാലും അപ്പോൾ അവർക്ക് മൊബൈൽ നോക്കാനുള്ള എല്ലാ സന്ദർഭങ്ങളും കണ്ടുപിടിക്കുന്നത്. നമ്മൾ സുവിശേഷം പറയാൻ ഒരുങ്ങുമ്പോൾ, വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുമ്പോഴത്തേനും അവരുടെ കയ്യിലിരിക്കുന്ന ഈ പാള പോലത്തെ മൊബൈലിൽ കൊണ്ടുവന്ന് വെച്ച് അവരനകത്ത് സ്തോത്രം വാട്സപ്പ് നോക്കാൻ തുടങ്ങും, മെസ്സഞ്ചർ നോക്കാൻ തുടങ്ങും, ഫേസ്ബുക്ക് നോക്കും, ഇൻസ്റ്റാഗ്രാമിൽ കളിക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് മൊബൈലിൽ കളിക്കാനുള്ള സമയം കണ്ടെത്തുന്നത്. ഇന്ന് സഭായോഗത്തിനും അങ്ങനെ തന്നെയാണ്. വീട്ടിലിരുന്ന് ഒരാഴ്ച ഉപയോഗിച്ചിട്ട് പോരാ, സഭായോഗത്തിന് വന്നിരുന്ന് മൊബൈൽ തോണ്ടിയാലേ അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലേ? ഞാനൊരിക്കൽ എന്റെ സഭയിലെ വിശ്വാസിയോട് പറഞ്ഞു, സഭായോഗത്തിൽ മൊബൈൽ ഉപയോഗിക്കരുത്, സഭായോഗത്തിൽ മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞപ്പം അദ്ദേഹം സഭയ്ക്കകത്ത് വളരെ മോശമായ രീതി തെറി വിളിച്ചിട്ട് പോയി. ചീത്ത പറയാന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ തൃശ്ശൂരുകാരുടെ ഭാഷയ്ക്ക് ചീത്ത പറയാന്ന് പറഞ്ഞാൽ വഴക്ക് പറയാന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അത് ചീത്തല്ല പറഞ്ഞ് തെറി പറഞ്ഞിട്ട് പോയി. മാത്രമല്ല പാസ്റ്റർ ഒരുപാട് അപമാനിച്ചിട്ട് പോയി. അല്ലേ എലിയ? എന്നെ ഒരുപാട് അപമാനിച്ചിട്ട് പോയി. ഞാനതൊക്കെ സന്തോഷത്തിൽ എനിക്ക് മനസ്സിലായി അദ്ദേഹം എണ്ണയില്ലാത്ത വിളക്കാന്ന് മനസ്സിലായി. എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ, ഉള്ളിൽ അഭിഷേകം ഉണ്ടായിരുന്നെങ്കിൽ ദൈവസഭയ്ക്കകത്ത് വിശുദ്ധിയോടുകൂടി ഇരുന്നേനെ. എണ്ണ നഷ്ടപ്പെട്ടു പോയൻ, അഭിഷേകം നഷ്ടപ്പെട്ടു പോയൻ. ഹൃദയമാകുന്ന പാത്രത്തിൽ എണ്ണയില്ലാതെ പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാതെ വന്നിരിക്കുന്നവൻ എവിടെ ഇരുന്നാലും അവൻ മൊബൈൽ തോണ്ടും. എന്നിട്ട് ഈ വിശ്വാസി വീട്ടിൽ ചെന്നിരുന്നിട്ട് രാത്രിയിൽ സഭയിലെ മറ്റു വിശ്വാസികളെ വിളിച്ചിട്ട് പറയാ, പാസ്റ്റർ സ്വഭാവം കൊണ്ട് എന്ത് സാമർഥ്യമോ, എനിക്ക് ഭയങ്കര സാമർഥ്യം. അതുകൊണ്ട് വിശ്വാസി എന്താ പാസ്റ്റർ സാമർഥ്യം കാണിച്ചത്? എല്ലാ സഭയിലുമുള്ള കാര്യം മൊബൈലിൽ തുടരുതെന്നാ. നിങ്ങൾ കത്തോലിക്ക പള്ളിയിൽ പോയി, കത്തോലിക്ക പള്ളിയിലെ വികാരിയച്ഛൻ കുർബാന നടത്തുമ്പോൾ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് മൊബൈലുമായിട്ട് അവിടെ തോണ്ടിക്കൊണ്ടിരിക്കും, വാട്സപ്പ് കാണാൻ വികാരിയച്ഛൻ സമ്മതിക്കുമോ? അസൗകര്യം ചോദിച്ചു. അടുത്ത ചോദ്യം, നിങ്ങൾ മുസ്ലിങ്ങളുടെ പള്ളി കണ്ടിട്ടില്ലേ? അവിടെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരാരെങ്കിലും മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവർ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ പോയി നോക്കണം. അവരവിടെ ആരെങ്കിലും മൊബൈലോ അല്ലെങ്കിൽ വാട്സപ്പോ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് കഴിഞ്ഞ് പിന്നെ ചോദിച്ചു, നിങ്ങൾ അമ്പലമൊക്കെ കണ്ടിട്ടില്ലേ? അമ്പലത്തിലൊക്കെ പോകണം. അവിടുത്തെ പൂജാരി തന്ത്രി അവർ പൂജ ചെയ്യുന്ന സമയങ്ങളിൽ അദ്ദേഹം വാട്സപ്പ് എടുത്ത് ഉപയോഗിക്കാറില്ല, ഇൻസ്റ്റാഗ്രാം നോക്കാറില്ല. അപ്പൊ സഹോദരൻ ദേഷ്യപ്പെട്ട് മൊബൈലൊക്കെ കട്ട് ചെയ്ത, ഫോണൊക്കെ കട്ട് ചെയ്തു. അതാണ് ചില വിശ്വാസി കേട്ടോ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നീ സഭയ്ക്കകത്ത് ഇത് മൊബൈൽ തോണ്ടുമ്പോൾ ഓർത്തോണം, ഒരു പള്ളിയിലെ വികാരി അത് ചെയ്യത്തില്ല, ഒരു അമ്പലത്തിലെ പൂജാരി അത് ചെയ്യത്തില്ല, ഒരു പള്ളിയിലെ മുസ്ലിം പള്ളി ഉസ്താദ് അത് ചെയ്യത്തില്ല. പിന്നെ നിനക്ക് മാത്രം എവിടെ നിന്ന് കിട്ടി ഈ രീതി? നിനക്ക് മാത്രം എവിടെ നിന്ന് കിട്ടി ഈ ജോലി? സഭായോഗത്തിന് വന്നിരിക്കുമ്പോ മാത്രം ഈ മൊബൈൽ തോണ്ടി കളിക്കണമെന്നുള്ള ആത്മാവ് എവിടുന്ന് വന്നതാ? അത് പാതാളത്തിന്റെ ആത്മാവാ, നരകത്തിന്റെ ആത്മാവാ, സാത്താന്റെ ആത്മാവാണ്. അത് പിശാചാണ് നിന്നെ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവി, സഹോദര സഹോദരി, വിളക്കിൽ എണ്ണ നഷ്ടപ്പെട്ടു പോയവനെ പോലെ, എണ്ണ നഷ്ടപ്പെട്ടു പോയവളെ പോലെ നീ ആകാതെ നിന്റെ വിളക്കിൽ എണ്ണ നീ കരുതണം. പ്രൈസലോ. നിന്റെ വിളക്കിൽ എണ്ണയില്ലെങ്കിൽ നീ പാപത്തിൽ മരിക്കും. അല്ലേ? പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. അത് നീ പാപം ചെയ്ത് ദൈവസഭയ്ക്കകത്ത് അരാജകത്വം ഉണ്ടാക്കുന്ന, ആരാധനയെ അലസമാക്കുന്ന, മറ്റു കൂടെ ഇരുന്ന് ആരാധിക്കുന്ന വിശ്വാസിക്ക് പ്രശ്നമുണ്ടാക്കുന്ന, നീ മൊബൈലിൽ തോണ്ടിക്കളിച്ച് അതിന്റെ ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് സഭയുടെ ആത്മീയ ദൃശ്യത്തെ കെടുത്തിക്കളയുന്ന നിന്റെ പേര് പാപിയെന്ന, നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് പാതാളത്തിന്റെ ആത്മാവ്. വേഷഭൂഷാദികൾ അണിഞ്ഞു ഭക്തിയുടെ കോലം കെട്ടിക്കൊണ്ട് സഭയ്ക്കകത്ത് ഇരുന്നത് കൊണ്ട് കാര്യമില്ല. വിശുദ്ധിയുടെ വേഷം കെട്ടിയാൽ പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിലിരിക്കണം.
പ്രൈസലോ. അതുകൊണ്ട് ഇവിടെ ബുദ്ധിയില്ലാത്ത കന്യകമാർ വിളക്ക് എടുത്ത് എണ്ണ എടുത്തില്ല. ആർപ്പുവിളി കേട്ടപ്പോൾ അവർക്ക് വിളക്ക് തെളിയിക്കാൻ പറ്റിയില്ല. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, വിശുദ്ധ ജീവിതം നീ നയിക്കണം. ഈ ലോകത്തിന്റെ അശുദ്ധമായതിനെ നീ മാറ്റിക്കളഞ്ഞിട്ട് വിശുദ്ധിയോടെ നീ നിന്നെ കാത്തുപരിപാലിക്കണം. നീയാകുന്ന പാത്രം, നിന്റെ ഹൃദയമാകുന്ന പാത്രത്തിൽ വിശുദ്ധിയുടെ ആത്മാവിനാൽ നിറയ്ക്കണം. ഈശ്വരോ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവുമായി നിങ്ങൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ മക്കളും ഒന്നിച്ചിരുന്ന ഐക്യതയുടെ ആത്മാവിൽ സ്നേഹത്താൽ കർത്താവിനോട് ചേർന്ന് പറ്റിയിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമാകുന്ന പാത്രത്തിൽ എണ്ണ വർദ്ധിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ അഭിഷേകം വർദ്ധിക്കാൻ തുടങ്ങും. അല്ലേ? അഭിഷേകം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവം നിനക്ക് ചില വെളിപ്പാടുകൾ നൽകും. ദൈവം നിനക്ക് ചില ദർശനങ്ങൾ തരും. ദൈവം നിനക്ക് ചില ആലോചനകൾ തരും. ദൈവം നിന്നിൽ കൃപാവരങ്ങളെ വെളിപ്പെടുത്താൻ തുടങ്ങും. ആത്മാവിന്റെ വരങ്ങളാലും ഫലങ്ങളാലും ദൈവം നിന്നെ പ്രവചനത്തിന്റെ ആത്മാവിൽ നിറയ്ക്കും. വ്യക്തവും ശക്തമായ രീതിയിൽ ചില ദർശനങ്ങളെ ദൈവം നിനക്ക് നൽകും. ഹല്ലേലൂയ. ദാനിയേൽ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമുക്കറിയാം, ദിവസം 3 പ്രാവശ്യം ആമീൻ മാളിക മുറി തുറന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? ആമീൻ ബാബിലോണിലുള്ള സകല മന്ത്രവാദികളെക്കാൾ, സകല ആമീൻ ആളുകളെക്കാൾ കൂട്ടിയ ജ്ഞാനം ദൈവം ദാനിയേലിൽ നിറച്ചു. അത് മുഖാന്തരം ഹല്ലേലൂയ ദാനിയേലിന് അവിടെ ആമേലരിയ അവിടുത്തെ ആമേലരിയ ആ ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞു. രാജാവ് കണ്ട സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ കഴിഞ്ഞെന്ന്. ഹല്ലേലൂയ. അത് നീ ദൈവത്തിന് ആരാധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവം നിനക്ക് ചില സ്വപ്ന വ്യാഖ്യാനങ്ങൾ അടക്കം തരും. ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടിരിക്കണം. അല്ലെങ്കിൽ ആകയാൽ കർത്താവ് നൽകിയിരിക്കുന്ന കാലങ്ങൾ, അല്ലെങ്കിൽ കാലങ്ങൾക്കനുസരിച്ച്, ഈ കൃപയുടെ കാലം അനുസരിച്ച് അഭിഷേകത്തോടെ നിങ്ങൾ ഇരുന്ന് ആരാധിക്കണം. വിളക്കിലെണ്ണയോടുകൂടി ഇന്ന് ആരാധിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് വചനം പറയുന്നത്, ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ 12 വരുമ്പം കാണുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പിനെന്ന് നമ്മൾ ആ ലൂക്കോസിന്റെ ഭാഗത്തേക്ക് കടന്നുപോയി ചിന്തിക്കുന്ന സമയമില്ലാത്തത് കൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. നിന്റെ ഹൃദയമാകുന്ന പാത്രത്തിൽ എണ്ണയുമായി നീ ഒരുങ്ങിയിരിക്കണം. ബുദ്ധിയില്ലാതെ പോയാൽ, ബുദ്ധിയില്ലാത്ത അനുഭവത്തിലാണ് ജീവിക്കുന്നെങ്കിൽ ആമേൻ നിന്റെ ജീവിതം തകർന്നത് തന്നെ. അത് ഇന്ന് പകൽ ഈ വചനം കേട്ടുള്ള ശ്രോതാവേ, നിനക്ക് ഉയരണമെങ്കിൽ, ഉയർച്ച പ്രാപിക്കണമെങ്കിൽ, നന്മ പ്രാപിക്കണമെങ്കിൽ, അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, പ്രത്യാശ നിനക്കുണ്ടാകണമെങ്കിൽ, കർത്താവിന്റെ വരവെങ്കിൽ നിനക്ക് നിത്യത്തിലേക്ക് ചേർക്കപ്പെടണമെങ്കിൽ, കർത്താവിനോടുകൂടി 1000 ആണ്ട് വിശുദ്ധന്മാരുടെ ഒപ്പം ആ സഹസ്രാബ്ദ വാഴ്ച നീ ഉണ്ടായിരിക്കണമെങ്കിൽ വിളക്ക് കെട്ടുപോകാതെ വിളക്കിലെണ്ണയുമായി നിങ്ങളുടെ ഹൃദയമാകുന്ന ആഴവേറിയ, ആ ഹൃദയമാകുന്ന പാത്രത്തിൽ ആഴവേറിയ പരിശുദ്ധാത്മാവിന്റെ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇന്ന് പകൽ നീ ആരാധനയ്ക്ക് തയ്യാറാകണം. കണ്ണുകളടച്ചാട്ട് ആരെങ്കിലും വിളക്കിലെണ്ണയില്ലാതെ നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ട് ഈ ലോകത്തിന്റെ പാപസ്വങ്ങൾ വീണ് നിരാശയുടെ ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ നടുവിലാണോ നീ ആയിരിക്കുന്നത്? ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ശക്തമായി ദൂത്, നിനക്കൊരവസരം ദൈവം നൽകിയ ലോകത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങൾക്കകത്ത് നീ വീണ് ഇന്നത്തെ ദിവസം നീ ആരാധന മുടക്കാതെ, ഹല്ലേലൂയ, നീ ദൈവസഭ കടന്നു നിന്റെ ഹൃദയമാകുന്ന പാത്രത്തിൽ ആമേൻ നൽകിയിരിക്കുന്ന അഭിഷേകത്തോടെ നീ ആരാധിച്ചു തുടങ്ങുമ്പോൾ നിന്റെ അഭിഷേകം നിറയുവാൻ തുടങ്ങും. ചില വെളിപ്പാടുകളും ചില ശുശ്രൂഷകളും ദൈവം നിനക്ക് തരാൻ പോകുകയാണ്. ഇന്ന് പകൽ ദൈവം നിനക്കൊരു സൗഖ്യം തരാൻ പോകുകയാണ്. നിന്റെ ശാപങ്ങളെ, പാപങ്ങളെ, രോഗങ്ങളെ ആമേൻ ദൈവം നീക്കാൻ പോകുകയാണ്. നിന്റെ തകർച്ചയെ ദൈവം മാറ്റി ഉയർച്ചയുടെ വാതിലുകൾ ദൈവം നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുകയാണ്. വിശ്വസിച്ചുകൊണ്ട് വിളക്കിലെണ്ണയുള്ള കന്യകമാരെ പോലെ അല്ലെങ്കിൽ നിങ്ങൾ വിളക്കും പാത്രത്തിൽ എണ്ണയോടും കൂടി ആമേൻ വിളക്കും നിങ്ങൾ അല്ലുയ ആ ഹൃദയമാകുന്ന പാത്രത്തിൽ എണ്ണയോടും കൂടി നിങ്ങൾ എപ്പോഴും കർത്താവിന് വേണ്ടി തെളിഞ്ഞു നിൽക്കുന്നവരായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതെ, നിങ്ങളുടെ കുടുംബത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ അഭിഷേകത്തിൽ ഇരുന്ന് ആരാധിക്കണം.
ദൈവസഭയോട് ചേർന്ന് ആരാധിക്കണം. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് ചെറിയവരെയും വലിയവരെയും കുടിലോട്ട് കൊട്ടാരത്തിലെ പാർക്കുന്ന സകല ജനത്തെയും ആമി കർത്താവ് ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർത്തക്കും ഗ്രാമത്തിനും വശങ്ങൾ യാചകർ ഓർഫണേജ് ഓൾട്ടർ യുവ തടവറയിലായിരിക്കുന്നവരെ വിവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബ് മേഖലയിലും ജനത്തെയും അധികാരികളെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾക്ക് മറ്റും അമേന്റെ വിവിധ ഘടകങ്ങളെ, ജുഡീഷ്യയ്ക്ക് വിവിധ വിഭാഗങ്ങളെ, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്തിന് രഹസ്യാന്വേഷണങ്ങളെ, പോലീസിന്റെ വിവിധമായ സെക്ഷനുകളിൽ എല്ലാ പ്രിയപ്പെട്ട ഞങ്ങൾ ഓർത്ത് വിഭാഗങ്ങളെ എല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവികളുടെ ഓരോ വാസികളെ, തീരദേശവാസികളെ, മത്സ്യബന്ധനെ കടന്നു പിടിക്കുന്നവർ, കരയിലും കർത്താവിൽ ചെറുതും വരുന്ന എല്ലാ വ്യാപാരി വ്യവസായികളെയും, ആമി വഴിയോര കച്ചവടക്കാരെ, ചെറുതും വരുന്നതുമായ എല്ലാ ഖനികളിലും കമ്പനികളും ഫാക്ടറിയും ജോലി ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക് മോട്ടോർ രംഗത്ത്, ആമി ട്രേഡ് രംഗത്ത് എല്ലാ കർത്താവ് സ്തോത്രം മെല്ലരിയ, ആമി ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സ്, ഹെവി വാഹനം ഓടിക്കുന്നവരുടെ എല്ലാ ഡ്രൈവേഴ്സിനെയും ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ കാർഷിക മേഖല, പൊതുമേഖല, ക്ഷീരമേഖല, എല്ലാ സഹകരണ മേഖലയും പൊതുമേഖല, ആമി എല്ലാ ആമി ബാങ്ക് മേഖലയും, ആമി വിദ്യാഭ്യാസ മേഖലയൊക്കെ, ആരോഗ്യ മേഖലയൊക്കെ ദൈവ സാന്നിധ്യം വെളിപ്പെടായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മദ്യത്തിന്, മയക്കിന്, പൻസലഹരി അടിമപ്പെട്ട് വിളക്കിൽ എണ്ണ നഷ്ടപ്പെട്ടു പോയ ബുദ്ധിയില്ലാത്തവരെ പോലെ ജീവിക്കുന്ന വക്രതയിലേക്ക് കോട്ടമുള്ള തലമുറയായി, ദോഷവും വ്യഭിചാരമുള്ള തലമുറയായി, ദുഷ്ടതയുള്ള തലമുറയായി, അടയാളം അന്വേഷിക്കുന്ന തലമുറയായി, ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ കന്യകമാരെ പോലെ പലരും ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അവർക്കെല്ലാം മാനസാന്തരം കൊണ്ട് മടങ്ങി വന്ന് ഹൃദയമാകുന്ന പാത്രത്തിൽ എണ്ണ ശേഖരിച്ചുകൊണ്ട് പാപത്തിന്, ശാപത്തിന്, ബന്ധന, രോഗത്തിന് ജനം വിടിവിക്കപ്പെടുവാൻ, ദിവ്യാഗ്രഹം ജനം വിടിവിക്കപ്പെടാനായി ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തവർ, കഷ്ടപ്പാടുകൾ, വേദനകൾ, ദുഃഖങ്ങൾ, മടരാണ്ട് വേദന, സാലറി നഷ്ടപ്പെട്ട് ആളെ കിട്ടാതെ നാട്ടിൽ കിടന്നിട്ട് കഴിയാതെ വിസ നഷ്ടപ്പെട്ട് വിസ കിട്ടാൻ ഭാരപ്പെടുന്നവർ, ദേശ ജോലിക്കായി കിടന്നു പീഡ അനുഭവിക്കുന്ന സൗരന്മാർ, ജയിലിൽ കിടക്കുന്നവർ, അല്ലെങ്കിൽ കടക്കണിയാൽ ഭാരപ്പെടുന്നവരെ, ജപ്തി നടപടി നേരിടുന്നവരെല്ലാം ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരു വിടുതലയക്കണമേ. തീവ്രവാദത്തിൽ, ഭീകരവാദത്തിൽ, മാർഗവാദിയിലായിരിക്കുന്നവർക്ക് മാനസാന്തരം കൊടുക്കണമായി, സകല ജടികമായ ജീവിതം വിട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ദാസിദാസന്മാർ, ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷക്കായി സുശേഷമുഖാതെ ജയിൽ ജീവിതം അനുഭവിക്കുന്ന വിടല് കൊടുക്കണമേ. ഇന്ന് കർത്താവ് ഈ ജനം സ്വർഗത്തിൽ മധ്യാകാശത്തിൽ വെളിപ്പെടാനായിരിക്കുന്ന കർത്താൻ സഭയെ ചേർക്കാൻ പറ്റുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ തിരുവട്ടയാകണമേ. പാതാളത്തിൽ കയറി വരുന്നവരെ പിന്നെ ഒരു പാതാള വ്യാപാരം ജനം പോകാതെ ജനമാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ ആ വിളക്കിൽ എണ്ണയെടുത്തുകൊണ്ട് ഈ വിളക്ക് തെളിയിക്കാൻ ഒരുക്കത്തോടുകൂടി ജനം കാത്തിരിക്കുന്നവരായി തീരണം. കർത്താവ് അങ്ങനെ ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.